സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിലക്കയറ്റ നിരക്കിൽ ഇന്ത്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ്? വിലക്കയറ്റ നിരക്കിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. കേരളം. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശിനാണ്. അരുണാചൽ പ്രദേശ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത്? വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ഡോക്ടർ എ രാജരാജനാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? ഡോക്ടർ എ രാജരാജൻ. അടുത്ത ചോദ്യം, വന്ധാര മൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? വന്ധാര മൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി UCD ആണ്. ചൈനയുടെ UCD ആണ് ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. എത്ര വയസ്സായിരുന്നു? 12 വയസ്സ്. UCD. AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ഇന്ത്യയിലെ ബാങ്ക്? AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ഇന്ത്യയിലെ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. തെലങ്കാന സർക്കാർ അടുത്തിടെ 7600-ലധികം കുട്ടികളെ ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക ഓപ്പറേഷൻ ഏതാണ്? ഏത് സർക്കാരാണ്? തെലങ്കാന സർക്കാർ അടുത്തിടെ 7600-ലധികം കുട്ടികളെ ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപകമായ ഓപ്പറേഷൻ മുസ്കാൻ 11. ഓപ്പറേഷൻ മുസ്കാൻ 11. 2025 മാർച്ചിൽ വിക്ഷേപിച്ച നാസയുടെ സൗരദൗത്യം? 2025 മാർച്ചിൽ വിക്ഷേപിച്ച നാസയുടെ സൗരദൗത്യം പഞ്ചാണ്. പഞ്ച്. പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. പഞ്ച്. PUNCH. സൗരദൗത്യമാണ്. ജനസംഖ്യ ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ സയന്റിഫിക് സ്റ്റഡീസ് ഓഫ് പോപ്പുലേഷന്റെ IUSSP 2025 മാറ്റി ഡോഗൺ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ഡോക്ടർ KG സന്ധ്യയാണ്. ഡോക്ടർ KG സന്ധ്യ. എന്തിനു വേണ്ടിയിട്ടാണ്? ജനസംഖ്യ ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ സയന്റിഫിക് സ്റ്റഡീസ് ഓഫ് പോപ്പുലേഷൻ, അതാണ് IUSSP. അതിൻ്റെ 2025 മാറ്റി ഡോഗൺ പുരസ്കാരത്തിന്റെ പേര് മാറ്റി ഡോഗൺ. പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഡോക്ടർ KG സന്ധ്യ. ഡോക്ടർ KG സന്ധ്യ. 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ? 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ ഏതൊക്കെയാണ്? കുമരകം, കടലുണ്ടി. കുമരകവും കടലുണ്ടിയുമാണ് മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ. ഏതൊക്കെയാണ്? കുമരകം, കടലുണ്ടി. അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? നോവലിന്റെ പേര് അന്തകവള്ളികൾ. രചിച്ചത് ആര്? സേതുവാണ്. അന്തകവള്ളികൾ ആരുടെ നോവലാണ്? സേതു. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏത്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട ആദ്യ സംസ്ഥാനം. ലഡാക്കിലെ
സോക്കാർ താഴ്വരയിൽ ISRO നടത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യം. ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യം എവിടെയാണ്? ലഡാക്കിലെ സോക്കാർ താഴ്വരയിൽ. ഏതാണ് ദൗത്യം? ഹോപ്പ് ആണ്. ഹോപ്പ്, ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ, ഹോപ്പ്. ലഡാക്കിലെ സോക്കാർ താഴ്വരയിൽ ISRO നടത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് ഹോപ്പ് എന്നത്. ഹോപ്പ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. GI ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്തിലാണ്? കത്തിയ ഗഹു. കത്തിയ ഗഹു എന്നത് എന്താണ്? ഗോതമ്പിനമാണ്. GI ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. ഇത് ദുരം ഗോതമ്പ് എന്നും അറിയപ്പെടുന്നു. കത്തിയ ഗഹു എന്ന ഗോതമ്പിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദുരം ഗോതമ്പ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം തെലങ്കാനയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും അവരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതി. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും അവരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതിയാണ് മേരി സഹേലി. പദ്ധതിയുടെ പേര് മേരി സഹേലി. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് കേരള സാംസ്കാരിക വകുപ്പിന്റെ 2023 PK കാളൻ പുരസ്കാരം നേടിയ പ്രശസ്ത തെയ്യം കലാകാരൻ. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് കേരള സാംസ്കാരിക വകുപ്പിന്റെ 2023 PK കാളൻ പുരസ്കാരം നേടിയ പ്രശസ്ത തെയ്യം കലാകാരൻ അതിയടം കുഞ്ഞിരാമ പെരുവണ്ണനാണ്. അതിയടം കുഞ്ഞിരാമ പെരുവണ്ണൻ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ തെയ്യം കലാകാരനാണ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം കണ്ണൂർ. ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ ഒന്നാമതെത്തിയ മലയാളി. ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ ഒന്നാമതെത്തിയ മലയാളി ഷോണാൽ കുനിമേലാണ്. ഷോണാൽ കുനിമേൽ. ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സീനിയർ വിഭാഗത്തിൽ ഒന്നാമതെത്തിയ മലയാളിയാണ് ഷോണാൽ കുനിമേൽ. 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത്. 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് തമിഴ്നാടാണ്. തമിഴ്നാട്. ധ്രുവ സ്പേസ് എന്ന ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യം. ധ്രുവ സ്പേസ് എന്ന ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് 1. ധ്രുവ സ്പേസ് എന്ന ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് 1. ലോഞ്ച് ഫ്രം ഇക്വറ്റോറിയൽ അപ്പെക്സ് പോയിന്റ്. ലീപ് 1 ലോഞ്ച് ഫ്രം ഇക്വറ്റോറിയൽ അപ്പെക്സ് പോയിന്റ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേര്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേരാണ് ശ്രീവിജയപുരം എന്നത്. പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേര് ശ്രീവിജയപുരം. അൺലോക്കിംഗ് എ 200 ബില്യൺ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. അൺലോക്കിംഗ് എ 200 ബില്യൺ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് നീതി ആയോഗ്. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ്
ടെലിമാനസ് നമ്പർ 14416. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ടെലിമാനസ് 14416. നീതി ആയോഗിന്റെ ആദ്യ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി സൂചിക 2024 കേരളത്തിന്റെ സ്ഥാനം 19ാം സ്ഥാനമാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി സൂചിക 2024 ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് IEMI കേരളത്തിന്റെ സ്ഥാനം 19. തണ്ണീർത്തടങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുള്ള ആഗോള അംഗീകാരമായ വെറ്റ് ലാൻഡ് വൈസ് യൂസ് എന്ന റംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി. തണ്ണീർത്തടങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുള്ള ആഗോള അംഗീകാരമായ വെറ്റ് ലാൻഡ് വൈസ് യൂസ് എന്ന റംസാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ജയശ്രീ വെങ്കടേശൻ. ജയശ്രീ വെങ്കടേശൻ. വെറ്റ് ലാൻഡ് വൈസ് യൂസ് ജയശ്രീ വെങ്കടേശൻ. ഇന്ത്യയിൽ വിക്ഷേപണത്തിനൊരുങ്ങുന്ന ബ്ലൂ ബേർഡ് 2 എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റെതാണ്? ബ്ലൂ ബേർഡ് 2 ഉപഗ്രഹത്തിന്റെ പേര് ബ്ലൂ ബേർഡ് 2 അമേരിക്കയുടേതാണ്. അമേരിക്ക. ബ്ലൂ ബേർഡ് 2 അമേരിക്ക. സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം കാത്തു എന്ന വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയുടേതാണ്. ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഏതാണ്? കാത്തു, വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി എന്ന പുസ്തകം പുറത്തിറക്കിയത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ്. എത്രാമത്തെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ്? 50ാമത്തെ വാർഷികം. പുസ്തകത്തിന്റെ പേര് മാർച്ച് ഓഫ് ഗ്ലോറി. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രീൻ ബജറ്റ് അഥവാ ക്ലൈമറ്റ് ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രീൻ ബജറ്റ് അഥവാ ക്ലൈമറ്റ് ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ. 2025 കബഡി ലോകകപ്പിന്റെ വേദി. 2025 കബഡി ലോകകപ്പ് ഇംഗ്ലണ്ട്. ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹനായ വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ വ്യക്തി. ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം ഗോകുലം ഗോപാലനാണ്. ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം ഗോകുലം ഗോപാലൻ. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് S സോമനാഥനാണ്. ISRO മുൻ ചെയർമാനായിരുന്ന S സോമനാഥനാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിനാണ് നക്ഷത്ര സഭ നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. 2025 നടന്ന ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ താരം. 2025 നടന്ന ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത് രമേശ് ബുദ്ദിഹാളാണ്. രമേശ് ബുദ്ദിഹാൾ. 18ാമത് ലോകസഭയിലെ പ്രോടൈം സ്പീക്കറായിട്ട് നിയമിതനായത്. 18ാമത് ലോകസഭ പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ്. ഗാർഹിക, ബയോമെഡിക്കൽ, സാനിറ്ററി മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? ഗാർഹിക, ബയോമെഡിക്കൽ, സാനിറ്ററി മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പ്ലാന്റ് ആരംഭിച്ചത് വർക്കലയിൽ നിന്നുമാണ്. വർക്കല. ഇ-ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി. ഇ-ഫ്ലോ
ഏതാണ്? ഗംഗാ നദിയാണ്. ഗംഗാ നദി. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത കൃത്രിമ മഴ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം ആരംഭിച്ചത് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത കൃത്രിമ മഴ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം ആരംഭിച്ചത് രാജസ്ഥാൻ. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം GSAT-N2 ആണ്. GSAT-N2 ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം GSAT-N2. സംസ്ഥാന സർക്കാരിന്റെ ഇന്റർനെറ്റ് സേവന ദാതാക്കളായ കെ ഫോണിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പേര്. സംസ്ഥാന സർക്കാരിന്റെ ഇന്റർനെറ്റ് സേവന ദാതാക്കളായ കെ ഫോണിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പേര് ഫിബോ എന്ന കടുവയാണ്. ഫിബോ. പേരെന്താണ്? ഫിബോ. ഫിബോ എന്ന കടുവ. എന്തിൻ്റെയാണ്? കെ ഫോണിന്റെ ഭാഗ്യചിഹ്നമാണ് ഫിബോ എന്ന കടുവ. റോസറിറ്റ എന്ന നോവലിന്റെ രചയിതാവ്. റോസറിറ്റ അനിത ദേശായി ആണ്. അനിത ദേശായി. റോസറിറ്റ എന്ന നോവലിന്റെ രചയിതാവ് അനിത ദേശായി. ശ്രീ അയ്യങ്കാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ഏർപ്പെടുത്തിയ 3ാമത് ശ്രീ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ച നാടൻ പാട്ട് കലാകാരി. ശ്രീ അയ്യങ്കാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ഏർപ്പെടുത്തിയ 3ാമത് ശ്രീ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ച നാടൻ പാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയാണ്. പ്രസീത ചാലക്കുടി. കുംഫി ഉദയ് ഏത് വിളയുടെ സങ്കരയിനമാണ്? കുംഫി ഉദയ്. കുംഫി ഉദയ് ഉരുളക്കിഴങ്ങിന്റെ സങ്കരയിനമാണ്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ വിജയികളായത്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ വിജയികളായത് ഇന്ത്യയാണ്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷർ ആണ്. ഹിമാലയൻ കിങ്ഫിഷർ. കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933. 1933. ഇന്ത്യയിലെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് ആസാമിലാണ്. ആസാം. 2025 പ്രസിദ്ധീകരിച്ച MT വാസുദേവൻ നായരുടെ സമഗ്രമായ ജീവചരിത്രം രചിച്ച പ്രശസ്ത എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ വ്യക്തി ഡോക്ടർ കെ ശ്രീകുമാറാണ്. ഡോക്ടർ കെ ശ്രീകുമാർ. 2025 പ്രസിദ്ധീകരിച്ച MT വാസുദേവൻ നായരുടെ സമഗ്രമായ ജീവചരിത്രം രചിച്ച പ്രശസ്ത എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ വ്യക്തിയാണ് ഡോക്ടർ കെ ശ്രീകുമാർ. 50 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.